കടുവ സെൻസസിനിടെയുണ്ടായ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പുതൂർ ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റന്റ് കാളിമുത്തുവിന്റെ മരണകാരണം ആന്തരിക രക്തസ്രാവം. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിവരങ്ങൾ പുറത്ത്. അതേസമയം കാളിമുത്തുവിന്റെ മകൻ അനിൽകുമാറിന് വനംവകുപ്പിൽ താൽക്കാലിക ജോലി നൽകാൻ തീരുമാനം. കുടുംബത്തിന് ആദ്യഘട്ട നഷ്ടപരിഹാര തുക നാളെ കൈമാറുമെന്ന് വനംവകുപ്പ് അറിയിച്ചു. സാജിദ് അജ്മൽ ചേർന്ന വിശദാംശങ്ങൾ നൽകാനായി. സാജിദ്, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പറയുന്നത്? ജീന, ഇന്നലെയാണ് പുതൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലെ കാളിമുത്തു എന്ന അസിസ്റ്റന്റ് ബീറ്റ് ഓഫീസറെ ആന ചവിട്ടിക്കൊന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഈ മരണകാരണം ആന്തരിക രക്തസ്രാവമാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ആന ഈ തിരിഞ്ഞോടുകയായിരുന്ന കാളിമുത്തുവിനെ തുമ്പിക്കൈ കൊണ്ട് അടിച്ചു വീഴ്ത്തിയ ശേഷം ശരീരത്തിൽ ചവിട്ടുകയായിരുന്നു. വാരിയെല്ലും നട്ടെല്ലും തകർന്ന നിലയിലാണ്. തുടർന്ന് ഈ കുടലിൽ നിന്ന് ആന്തരിക രക്തസ്രാവം ഉണ്ടാവുകയും ഇത് മരണത്തിലേക്ക് നയിക്കുകയുമാണ് ചെയ്തത് എന്നുള്ളതാണ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ എല്ലുകൾ പൊട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വാരിയെല്ലും നട്ടെല്ലും തകർന്ന നിലയിലാണ് എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കാളിമുത്തുവിന്റെ മകന് ജോലി നൽകാൻ വനംവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. മകൻ അനിൽകുമാറിന് വനംവകുപ്പിൽ താൽക്കാലിക ജോലി നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. ഇതിന്റെ 5 ലക്ഷം രൂപ നാളെ നൽകുമെന്നും CCF ഉൾപ്പെടെയുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നു. ജീന, ശരി, സാജിദാണ് വിവരങ്ങൾ നൽകിയത്.